കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പാർലമെന്റ് പ്രസംഗം പൂർത്തിയായപ്പോൾ ഹിന്ദുത്വവാദികൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിന് ഒരു കോൺഗ്രസ് സ്വഭാവമല്ല, പകരം ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവവും ഒരു ഇടതുപക്ഷ സ്വരവുമാണ് ഉള്ളത് എന്നതായിരുന്നു. അതിൽ കുറച്ച് വസ്തുതയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ പാർലമെന്റ് പ്രസംഗങ്ങൾ മുതൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവനകളും പ്രതിഷേധ പരിപാടികളും വരെ തീരുമാനിക്കുന്നത് ഒരു കൂട്ടം മുൻകാല കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി നേതാക്കളാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് JNU സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന സന്ദീപ് സിംഗിൻ്റെതാണ്. സന്ദീപ് സിംഗ് ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ടീമിനെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗങ്ങൾ മുതൽ പ്രതിഷേധങ്ങൾ വരെ തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് സന്ദീപ് സിംഗിനുണ്ട്. സന്ദീപ് സിംഗ് മുൻപ് ഐസ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലിബറേഷൻ എന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഐസയുടെ വിദ്യാർത്ഥി നേതാവ് കൂടിയായിരുന്നു. മുൻപ് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ആണവ കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ച് JNUവിലെത്തിയ മൻമോഹൻ സിംഗിനെ കരിങ്കൊടി കാണിച്ച ചരിത്രം കൂടിയുള്ള ഒരു നേതാവാണ് സന്ദീപ് സിംഗ്. ആ സന്ദീപ് സിംഗ് ഏറെക്കാലം രാഹുൽ ഗാന്ധിയുടെ ടീമിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് സന്ദീപ് സിംഗിനെ രാഹുൽ ഗാന്ധി തന്നെ പ്രിയങ്ക ഗാന്ധി 2019 രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ സജീവമായി ഇറങ്ങുന്ന ഘട്ടത്തിൽ അവരുടെ ടീമിന്റെ ഭാഗമായി അയക്കുന്നത്. ഇത്തവണത്തെ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗത്തിലെ OBC ദളിത് ന്യൂനപക്ഷ പരാമർശങ്ങൾക്കെല്ലാം പിന്നിൽ സന്ദീപ് സിംഗ് എന്ന ബുദ്ധി കേന്ദ്രമായിരുന്നു എന്ന് വിലയിരുത്തുന്ന പലരുമുണ്ട്, ഈ ദേശീയ മാധ്യമങ്ങളിൽ അടക്കം. എന്തായാലും സന്ദീപ് സിംഗിന്റെ മാത്രമാണോ പ്രിയങ്ക ഗാന്ധിയുടെ ടീമിലെ ഏക കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി നേതാവെന്ന് ചോദിച്ചാൽ അല്ല, ഇനിയുമുണ്ട് ഒരുപാട് പേർ. അതിലെടുത്തു പറയേണ്ട മറ്റൊരു പേര് മോഹിത് പാണ്ഡെയുടേതാണ്. മോഹിത് പാണ്ഡെയും JNU സ്റ്റുഡൻസ് യൂണിയന്റെ ഒരു മുൻകാല പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെ വളരെ പ്രശസ്തനായ കനയ്യകുമാറിന് ശേഷം JNU സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായ ഐസ നേതാവായിരുന്നു മോഹിത് പാണ്ഡെ. മോഹിത് പാണ്ഡെയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മോഹിത് പാണ്ഡെ നജീബിന്റെ തിരോധാനം, ഒരു JNU വിദ്യാർത്ഥിയായ നജീബ് ABVP പ്രവർത്തകരുടെ മർദ്ദനത്തിന് ശേഷം കാണാതാവുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നജീബിന്റെ തിരോധാനം ഉയർത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധം ഡൽഹിയുടെ തെരുവുകളിൽ തീർത്ത JNU സ്റ്റുഡൻസ് യൂണിയൻ വിദ്യാർത്ഥി നേതാവ് കൂടിയായിരുന്നു മോഹിത് പാണ്ഡെ. ആ മോഹിത് പാണ്ഡെയും ഏറെക്കാലമായി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ടീമിന്റെ ഭാഗമാണ്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഈ അടുത്ത് നടത്തിയ പലസ്തീൻ അനുകൂല തണ്ണിമത്തൻ ബാഗ് പ്രതിഷേധത്തിന്റെ ഒക്കെ ബുദ്ധി കേന്ദ്രം മോഹിത് പാണ്ഡെ ആണെന്നാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത്. അതോടൊപ്പം അനിൽ യാദവ്, ഷാനവാസ് അലം പോലെയുള്ള നേതാക്കൾ, മുൻകാല ഐസ നേതാക്കൾ. ഐസയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് SFIയെക്കാളും AESFിനേക്കാളും ഒക്കെ തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഐസ. ആ ഐസയുടെ ഭാഗമായിരുന്ന അനിൽ യാദവും ഷാനവാസ് അലമും അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ ഐസയുടെ ഒരു കാലഘട്ടത്തിലെ തിളങ്ങുന്ന നേതാക്കളായിരുന്നു ഇരുവരും. അവരിപ്പോൾ പൂർണ്ണമായും പ്രിയങ്ക ഗാന്ധിയുടെ ടീമിന്റെ ഭാഗമാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അനിൽ യാദവിൻ്റെയും ഷാനവാസ് അലമിൻ്റെയും ഒരു പൂർവ്വകാലമാണ്. അനിൽ യാദവും ഷാനവാസ് അലമും ഇരുവരും റിഹായ് മഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമായിരുന്നു. ആ സംഘടന യഥാർത്ഥത്തിൽ രൂപീകൃതമാകുന്നത് 1ാം UPA സർക്കാരിൻ്റെ കാലത്ത്. ഇന്ന് മോദി സർക്കാർ ഉപയോഗിക്കുന്ന പല കരിനിയമങ്ങളും തുടക്കമിട്ടത് ആ കാലഘട്ടത്തിലായിരുന്നു. ആ കരിനിയമങ്ങൾ ഉപയോഗിച്ച് തീവ്രവാദ കേസുകളിൽ മുസ്ലിങ്ങളെ വലിയ തോതിൽ പ്രതികളാക്കി ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെ നിയമ പോരാട്ടങ്ങൾക്ക് വേണ്ടി രൂപീകൃതമായൊരു സംഘടനയായിരുന്നു റിഹായ് മഞ്ച്. ആ റിഹായ് മഞ്ചിന്റെ നേതാക്കളായിരുന്നവരാണ് ഈ അനിൽ യാദവും ഷാനവാസ് അലമും. ആ ഇരുവരും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ടീമിന്റെ ഭാഗമാണ്. ഇതെല്ലാം തന്നെ ഈ ഇടതുപക്ഷ നേതാക്കളുടെ അതിപ്രസരം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിലെയും പരിപാടികളിലെയും പ്രസ്താവനകളിലെയും ഒരു ഇടതുപക്ഷ ചായ്വിന്, അല്ലെങ്കിൽ ഒരു തീവ്ര ഇടതുപക്ഷ സ്വഭാവത്തിന് കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഏറ്റവും അവസാനം
ഭരണഘടനയുടെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടത്തിയ ഗംഭീര പ്രസംഗത്തിൽ അവർ ദളിത് OBC ന്യൂനപക്ഷ വിഷയങ്ങൾ വളരെ കൃത്യമായി ഓരോ സംഭവവും എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തിയ ആ പ്രസംഗം യഥാർത്ഥത്തിൽ സന്ദീപ് സിംഗും മോഹിത് പാണ്ഡെയും പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി നേതാക്കളുടെ തലച്ചോറിൽ വിരിഞ്ഞതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായി ഉന്നയിക്കുന്ന ജാതി സെൻസസ്, പ്രാതിനിധ്യ പ്രശ്നം പോലെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിനെയും പ്രിയങ്കാ ഗാന്ധിയെയും ഒക്കെ പ്രേരിപ്പിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി നേതാക്കളായിരുന്ന സന്ദീപ് സിംഗും മോഹിത് പാണ്ഡെയും ഒക്കെ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഒരു വളരെ പോസിറ്റീവായൊരു മാറ്റമാണ് കോൺഗ്രസിനുള്ളിൽ ഈ വിദ്യാർത്ഥി നേതാക്കൾ, ഈ മുൻകാല ഐസ നേതാക്കൾ ഉണ്ടാക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ കുറച്ചുകൂടി ഒരു സോഷ്യലിസ്റ്റ് ഇടതു സ്വഭാവത്തിലേക്ക് എത്തിക്കാൻ ഈ വിദ്യാർത്ഥി നേതാക്കൾക്ക് സാധിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്തായാലും ഈ വിദ്യാർത്ഥി നേതാക്കൾ തന്നെ ആയിരിക്കും ഇനിയും പ്രിയങ്കാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നയിക്കുക എന്ന കാര്യം ഉറപ്പാണ്.